ഇപ്പം ഞാനിപ്പം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലമ്പുഴക്ക് വന്ന റോഡാണ്. നമ്മുടെ മാതൃഭൂമിയുടെ ഒക്കെ മുമ്പശമായിട്ട് വരും. അപ്പം ഞാനിവിടെ ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ ഒരു കട ഇട്ടിട്ടുണ്ടായിരുന്നു. കുലിക്ക് സർപ്പത്തിൻ്റെ ജ്യൂസ് കടയായിരുന്നു. അപ്പോൾ അന്നേരം ഈ കടകളൊന്നും 2-3 കടകളുണ്ട്. ഈ കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ കാണുന്ന കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ എൻ്റെ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ തന്നെ പിന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയി പിന്നെ മഴ സമയമൊക്കെ ആയിരുന്നു നമ്മൾ കുറച്ച് നേരം നിർത്തി വെച്ചു. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മഴയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നിപ്പം ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇട്ടപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലത്ത് നമ്മളൊരു കട ഇട്ടു. അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ലോട്ടസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഒരു പുള്ളി വന്നിട്ട് ഭയങ്കര സീൻ നടക്കുന്നത് ഇവിടെ കിടന്നതാ. നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ആയിരുന്നു, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം അതേപോലെ തന്നെ ഇവിടെ ഒരു കടലാണ്ട് ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് വെച്ചാണ് പ്രശ്നം. അവർക്ക് വണ്ടി പാർക്ക് ചെയ്യണം, അവർക്ക് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എന്താ ഇപ്പം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കാണും ഇങ്ങനെ കുറേ പേർക്ക് ആൾക്കാർ. നമ്മൾ ആരുടെയും വെക്കിട്ട് കാരണോ ആരോടും വഴക്കനോ വെക്കനോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ അരി മേടിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യുമ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കുറേ പേരുണ്ട്. എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനെ. ഇവർ മെയിനായിട്ട് കുറേ കള്ളുകൂടിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർ നമ്മളെന്തിനാണ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം? ഇപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി അരി മേടിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലായിടത്തും കാണും. ഈ മലമ്പുഴ വന്നുകൊണ്ട് ഈ തൊട്ടപ്പുറത്ത് ഷാപ്പുണ്ട്. ഇവിടെ മാതൃഭൂമി ഓഫീസാണ്. മംസിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ അലർച്ചിൻ്റെ മദ്യപാനത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് കാര്യം മനസ്സിലായോ? അപ്പം ഇപ്പം ഞാൻ വന്ന് ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാതിരിക്കും. ഞാൻ ആരെയും വെക്കിട്ട് കാരണോ അല്ലെ ആരോടും മഴക്കനോ ഒന്നിനും പോകുന്നു. ഞാൻ ഇവിടെ സർബത്ത് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ആഴ്ച വെള്ളം കൊടുക്കുന്നു, മനസ്സിലായോ? അല്ല ഞാൻ വേറെ ഇവിടെ ഒരു പ്രശ്നത്തിനും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓക്കെ.